കെൻഡനീസ് പ്രൂഫിങ്ങിന് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ? അല്ലെങ്കിൽ കെൻഡനീസ് പ്രൂഫിങ് പാസ്സാവാനുള്ള എളുപ്പവഴി എന്തുണ്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. കെൻഡനീസ് പ്രൂഫും പാസ്സാവാനുള്ള എളുപ്പവഴി എന്നല്ല, അല്ലെങ്കിൽ പാസ്സാവാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ നമ്മുടെ ലാംഗ്വേജ്. ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നും പറഞ്ഞ് നിങ്ങളിപ്പോൾ ഗ്രാമർ ഫുള്ള് നോക്കാൻ നിൽക്കരുത്. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഇങ്ങനത്തെ ആയില്ലല്ലോ അങ്ങനെ ആയില്ലോ എന്ന് വിചാരിക്കരുത്. നമുക്ക് ഗ്രാമർ നോക്കേണ്ട ആവശ്യമില്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവണം എന്നുള്ളത്. അപ്പം നമ്മൾ പറയുന്നത് പേഷ്യൻറ്റ് മനസ്സിലാവുന്നുണ്ടോ, പേഷ്യൻറ്റ് പറയുന്നത് നമുക്ക് മനസ്സിലാവണുണ്ടോ, അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പേഷ്യൻറ്റ് പറയുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് ഒരേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടതുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഗ്രാമർ നിങ്ങൾ നോക്കരുത്. ഇപ്പോഴും ഭാഷയിൽ പ്രശ്നം വെച്ചാൽ നമുക്ക് B2 ഫുൾ മൊഡ്യൂളും ഇല്ല, അല്ലെങ്കിൽ B1 ഫുൾ മൊഡ്യൂൾ ഇല്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ അല്ല. ഇപ്പോൾ B2 B1 ഫുൾ മൊഡ്യൂൾ ഉള്ളവരാണെങ്കിൽ കൂടി നമുക്ക് ഭാഷ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അറിയണം. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലെവൽ എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ചാണ് ബാക്കി കാര്യങ്ങൾ പോകുന്നത്. അതെനിക്കൊന്ന് കെൻഡനീസ് പ്രൂഫിങ്ങിന് മാത്രമല്ല, നമുക്ക് ജർമ്മനിയിൽ ഫുള്ളും അങ്ങനത്തെ ഒരു ഇതാണ്. നമുക്ക് ഭാഷയാണിത്. അല്ലാണ്ട് നമുക്ക് B1 ഫുൾ മൊഡ്യൂൾ ഉണ്ടോ B2 ഫുൾ മൊഡ്യൂൾ ഉണ്ടോ എന്നതിനേക്കാളും വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഷയും കൂടിയാണ്. എത്രയോ പേര് B2 ഫുൾ മൊഡ്യൂൾ ഉണ്ടായിട്ടും B1 ഫുൾ മൊഡ്യൂൾ ഉണ്ടായിട്ടും റെസിഗ്നേഷൻ കൊടുത്തു വിടുന്ന സാഹചര്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് B1ഉം B2 ഫുൾ മൊഡ്യൂൾ വേണം. അതോടൊപ്പം തന്നെ നമുക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള ഒരു ഫ്ലുവൻസിയും കൂടെ വേണം. എന്നും പറഞ്ഞുകൊണ്ട് ഗ്രാമർ നോക്കിയിട്ടെന്നല്ല, നമ്മൾ കുറേ വേർഡ്സ് പഠിച്ചു വയ്ക്കുക. അതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. കുറേ വേർഡ്സ്, മെഡിക്കൽ വേർഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വേർഡ്സ് ആണെങ്കിൽ അങ്ങനത്തെ കുറേ വേർഡ്സുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പകുതി കാര്യങ്ങൾ ഇതാവും. നമ്മൾ ഗ്രാമറിനേലും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വേർഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളൊരു